ഇന്ന് ചെമ്മീൻ വിഭവങ്ങളാണ്. ഇത് ചെമ്മീനും പാവയ്ക്കയും ചേർത്തുള്ള മെഴുക്ക് പുരട്ടിയാണ്. ഇത് ചെമ്മീൻ, മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങ ഇത് ചേർത്തുള്ള ഒരു കറിയാണ്. തേങ്ങ അരച്ചുള്ള കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. 250 ഗ്രാം ചെമ്മീൻ, അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്തത്. പിന്നെ മുരിങ്ങക്കോല്, ചക്കക്കുരു തൊലി കളഞ്ഞത്. ചക്കക്കുരുവിൻ്റെ ഈ തൊലി ഞാൻ കളയാറില്ല, ഇതിൽ വിറ്റാമിൻസ് ഉള്ളതുകൊണ്ട് ഈ തൊലിയൊന്നും അരച്ച് കളയാറില്ല. പിന്നെ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം മാങ്ങ മതി. നല്ല പുളി ഉണ്ടെങ്കിൽ, പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ 2-3 കഷ്ണം മാങ്ങ എടുക്കാം. പിന്നെ ഒരു ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഉള്ളി 6 അല്ലി ഉള്ളി, 2 വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചെറുതായി അരിഞ്ഞത്. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കൂട്ടുകൾ ചേർക്കുന്നതിന് മുമ്പ് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ഈ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്തൊന്ന് വഴറ്റണം. ഇത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടി ഇതിലേക്ക് ചേർക്കാം. പൊടിയില്ലെങ്കിൽ മുഴുവൻ ഉലുവയായാലും മതി, പൊടിക്കാത്ത ഉലുവയായാലും മതി. അതൊരു 1/4 സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഇനി അത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, അധികമൊന്നും വേണ്ട, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തൊന്ന് വഴറ്റുക. ഇനി അതിലേക്ക് നമ്മൾ 1/4 മുറി തേങ്ങ, ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ തേങ്ങ, പിന്നെ വറ്റൽമുളകും ചേർത്ത്, എരിവിനാവശ്യമായ വറ്റൽമുളകും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്തൊന്ന് കലക്കിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 2-3 മതിയാകും. പുളിയില്ലാത്തതാണെങ്കിൽ ഒരു 5 കഷ്ണമോ 6 കഷ്ണമോ ഇടാം. പുളിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർക്കാം. മുരിങ്ങക്കായ, ചക്കക്കുരു എന്നിവ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം ഇതിലേക്ക് വേപ്പില കൂടി ചേർത്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ബാക്കിയുള്ള വേപ്പില ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് കഷ്ണങ്ങൾ വേകുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ചെറുതീയിൽ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്, സൂപ്പർ. ഇനി പാവയ്ക്ക ചെമ്മീൻ ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് 1 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം. സവാള ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ ഉള്ളിയാണ് ഇഷ്ടമെങ്കിൽ അതും ചേർക്കാം. ഞാനിവിടെ പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയുമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് സവാള അധികം തന്നെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക, ചെറുതായി അരിഞ്ഞ പാവയ്ക്ക ഇതിലേക്ക് ചേർക്കാം. പാവയ്ക്ക ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ചേർക്കാം.
നമുക്കിഷ്ടത്തിനനുസരിച്ചുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർക്കാം. ഇനി അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേകാൻ വേണ്ടി മൂടി വയ്ക്കാം. ചെമ്മീൻ്റെ നല്ല വേവുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെമ്മീൻ പാവയ്ക്ക റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ചെമ്മീൻ പാവയ്ക്ക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു.